നമസ്കാരം. രാജ്യത്തെ IT നഗരങ്ങളിലൊന്നായ ബംഗളൂരുവിൻ്റെ ഗതാഗത സംവിധാനത്തിൽ നിർണായകമാണ് നമ്മ മെട്രോ. നഗരത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം പുതിയ റൂട്ടുകൾ വ്യാപിപ്പിക്കുകയാണ് മെട്രോ. നഗരത്തിൻ്റെ വ്യാവസായിക മേഖലകൾക്ക് കരുത്താകുമെന്ന വിലയിരുത്തലുള്ള നമ്മ മെട്രോ യെല്ലോ ലൈൻ ഗതാഗത ശൃംഖലയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. 2025 ജനുവരി അവസാനത്തോടെ യെല്ലോ ലൈനിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങും. ബംഗളൂരു ഗതാഗതത്തിന് കരുത്തേകുന്ന യെല്ലോ ലൈനിൽ 30 മിനിറ്റ് ഇടവേളയിൽ 3 ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് ബാംഗ്ലൂർ മെട്രോ റെയിൽവേ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. 2025 ഓഗസ്റ്റോടെ 36 ട്രെയിനുകളായി ഇത് വികസിപ്പിക്കും. 6 കോച്ചുകൾ വീതമായിരിക്കും ഒരു ട്രെയിനിൽ ഉണ്ടാവുക. ചൈനയിലും പശ്ചിമ ബംഗാളിലുമായിട്ടാണ് കോച്ചുകളുടെ നിർമ്മാണം നടക്കുന്നത്. അത്യാധുനിക സിഗ്നൽ സംവിധാനം, ട്രാക്ഷൻ ബ്രേക്കിംഗ് സംവിധാനം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഡ്രൈവറില്ലാ ട്രെയിനുകൾ യെല്ലോ ലൈനിൽ സജ്ജമാകുന്നതാണ്. സുരക്ഷയും യാത്രക്കാരുടെ സൗകര്യവും ലക്ഷ്യമാക്കി റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ 2025 ജനുവരിയിൽ പരിശോധന നടത്തും. ബംഗളൂരുവിലെ പൊതുഗതാഗത സംവിധാനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് നമ്മ മെട്രോ എന്ന് വേണമെങ്കിൽ പറയാം. ബംഗളൂരുവിനെ കൂടുതൽ യാത്രാ സൗഹൃദ നഗരമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഈ റൂട്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. 19.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മ മെട്രോ യെല്ലോ ലൈൻ RV റോഡിനെ ബൊമ്മസാന്ദ്രയുമായി ബന്ധിപ്പിക്കും. ജനസാന്ദ്ര മേഖലകളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്ന പാത വ്യാവസായിക മേഖലയ്ക്ക് കരുത്ത് പകരുന്നതായിരിക്കും. ജയദേവ ഹോസ്പിറ്റൽ, BTM ലേഔട്ട്, സിൽക്ക് ബോർഡ് ജംഗ്ഷൻ, ഇലക്ട്രോണിക് സിറ്റി അതുപോലെ തന്നെ എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കും. പദ്ധതിയുടെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. 5745 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കുന്ന യെല്ലോ ലൈനിന്റെ മറ്റൊരു പ്രത്യേകത 39 മീറ്റർ ഉയരത്തിലുള്ള മെട്രോ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷനായി ജയദേവ ഹോസ്പിറ്റൽ സ്റ്റേഷൻ മാറുകയും ചെയ്യും. യെല്ലോ പിങ്ക് ലൈനുകളുടെ ഹബ്ബായി ഈ സ്റ്റേഷൻ മാറുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അണ്ടർപാസ്, റോഡ് ഫ്ലൈ ഓവർ, കോൺകോഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവമായിരിക്കും നൽകാൻ പോകുന്നത്.